മുസ്ലിം സംഘടനകൾ പരസ്പരം തീവ്രവാദ ആരോപണം നടത്തുന്നത് ശരിയല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി മുഖപത്രത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖം. പരസ്പരം തീവ്രവാദ ആരോപണം നടത്തുന്നത് സമുദായത്തിനാകെ ദോഷമാണെന്നും ജമാഅത്തെ ഇസ്ലാമി മുഖപത്രമായ പ്രബോധനത്തിന് നൽകിയ അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നു. ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പുതിയ ലക്കത്തിന് നൽകിയ അഭിമുഖത്തിലും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി ആക്രമിക്കാൻ ലീഗില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നു. ഇതോടെ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ രഹസ്യ ചർച്ച വിവാദമായ പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ബന്ധത്തെ ലീഗ് തള്ളിപ്പറഞ്ഞതെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് മുസ്ലിം സംഘടനകൾ പരസ്പരം തീവ്രവാദം ആരോപിക്കുന്നത് ശരിയല്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പരസ്പരം തീവ്രവാദം ആരോപണം നടത്തുന്നത് സമുദായത്തിന് ദോഷമുണ്ടാക്കുമെന്നും സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി നിരീക്ഷിക്കുന്നു. വിവാദമായ ജമാഅത്തെ ഇസ്ലാമി ലീഗ് ചർച്ചയ്ക്ക് 2 ദിവസം മുമ്പാണ് പ്രബോധന ലേഖകൻ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖം എടുത്തിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അതായത് വിവാദം ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാട് പ്രഖ്യാപിക്കാൻ ലീഗിനെ പ്രേരിപ്പിച്ചതെന്ന് ചുരുക്കം. ഇത് സാധൂകരിക്കുന്നതാണ് ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖവും. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണോ എന്ന ചോദ്യത്തിന് തീവ്രവാദികളാണെന്ന് മുദ്രകുത്തി ആളുകളെ പറയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് മാതൃഭൂമി അഭിമുഖത്തിലെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഇന്ത്യൻ സാഹചര്യത്തിൽ തീവ്രവാദികളെന്ന് മുദ്രകുത്തി ആക്രമിക്കുന്ന രീതിക്ക് ലീഗ് തയ്യാറല്ലെന്നും കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതികൾ തീവ്രവാദത്തിന് മുളയിടാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന നിലപാടിലേക്കുള്ള മാറ്റവും മാതൃഭൂമി അഭിമുഖത്തിലുണ്ട്. അതേസമയം RSSും BJPയും പ്രവർത്തിക്കുന്ന രാജ്യത്ത് തീവ്രവാദം ആരോപിച്ച് ആന്റി ക്യാമ്പയിൻ നടത്തുന്നത് സൂക്ഷിച്ചാവണമെന്നും കുഞ്ഞാലിക്കുട്ടി വിലയിരുത്തുന്നു. ഇത് ഫാസിസ്റ്റുകൾ മുതലെടുക്കാൻ ഇടയാക്കരുതെന്നും ലീഗിലെ ചില നേതാക്കളുടെ രൂക്ഷമായ ജമാഅത്ത് വിമർശനം ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ചർച്ചകളിൽ നിന്ന് ലീഗ് പിന്നോട്ടു പോകേണ്ടി വന്നത് രഹസ്യ കൂടിക്കാഴ്ച വിവാദമായ പശ്ചാത്തലത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇരു അഭിമുഖങ്ങളിലെയും പരാമർശങ്ങൾ.